പത്തരമാറ്റ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ 5-ാം മാസ ചടങ്ങ് വളരെ അടിപൊളിയായിട്ട് തന്നെ നടക്കുകയാണ്. അതിനിടയിലാണ് നവ്യ ഒരു കാര്യം അറിയുന്നത്. അനാമിക ചെയ്ത വലിയ ക്രൂരത നെട്ടലോടെ അറിയുകയാണ് നവ്യ. അങ്ങനെ അനാമിക ചെയ്തത് സഹിക്കാനാകാതെ നവ്യ നല്ല രീതിയിൽ തന്നെ പ്രതികാരം ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേവയാനിയാണെങ്കിൽ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നയനയോട് എടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. അത് കേട്ട് നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വേണ്ട അമ്മേ, എല്ലാവരും വന്നതിന് ശേഷം മതി. അപ്പോഴും ദേവയാനി ആഗ്രഹിക്കുന്നത് നയന ഈ പലഹാരങ്ങളെല്ലാം കഴിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ദേവയാനി ഒരു പ്ലേറ്റിൽ പലഹാരം എടുത്ത് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നയനയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അമ്മയ്ക്ക് നല്ല മാറ്റം തന്നെയാണ് സംഭവിച്ചത്. പുറമേ കാണിക്കുന്ന ദേഷ്യമൊന്നുമല്ല, തന്നോട് നല്ല സ്നേഹമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് നയന. ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നയനെ ഈ പലഹാരങ്ങളെല്ലാം നീ കഴിക്കണം, മറ്റാരും കഴിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നീ കഴിക്കുന്നതാണ്. അങ്ങനെ ചടങ്ങിന്റെ ഭാഗമായി നവ്യ നല്ല രീതിയിൽ തന്നെ ഒരുങ്ങുന്നുണ്ട്. ആ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ നല്ലൊരു ദിവസമായിട്ട് നീ എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയോ ഒരു സാരി വാങ്ങി തരികയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നവ്യ പരിഭവം പറയുന്നുണ്ട്. ഇത് നയനയും ആദർശേട്ടനും വാങ്ങിത്തന്ന സാരിയാണ്, ആദർശേട്ടന് അങ്ങനെയെങ്കിലും തോന്നിയല്ലോ എന്നൊക്കെ നവ്യ പറയുകയാണ്. അതിന് ആദർശേട്ടൻ നിന്നെ ആദ്യം സ്നേഹിച്ചതല്ലേ, അതുകൊണ്ടാണ് വാങ്ങിത്തന്നത് എന്നൊക്കെ പറയുകയാണ് അബി. എന്നാൽ അബിയുടെ സംസാരം കേട്ട് നവ്യയ്ക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അബി, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇത്തരത്തിൽ സംസാരിക്കരുതെന്ന്. നിനക്ക് മാത്രമേ ഇത്തരത്തിൽ മോശമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുകയുള്ളൂ, നീ അത്രയും മോശപ്പെട്ടവനാണ് എന്നൊക്കെ പറയുകയാണ് നവ്യ. അതിനുശേഷം നവ്യ ചടങ്ങുകൾക്കായി താഴോട്ട് വരികയാണ്. ആ സമയത്താണ് ഗോവിന്ദനും കനകയും നന്ദു അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ വന്നിറങ്ങുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി അവരെ സ്വീകരിക്കുകയാണ്. അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സന്തോഷത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കുന്നുണ്ട്. ദേവയാനി മുത്തശ്ശന്റെ പിറകെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവയാനി ചിരിച്ച മുഖത്തോടു കൂടി തന്നെ അവരെ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം നന്ദു അങ്ങോട്ട് വരുന്നത് കണ്ട് അനാമികയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. നന്ദു വരുന്നത് കാണുമ്പോൾ അനാമികയ്ക്ക് വലിയ ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ അനാമിക നന്ദുവിനെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട്, എടീ നന്ദു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ജാനകി പറയുന്നുണ്ട്, അവൾ വരാതിരിക്കുമോ, അവളുടെ ചേച്ചിയുടെ ചടങ്ങല്ലേ എന്ന് പറയുകയാണ്. അവളുടെ ചേച്ചിയുടെ ഒരു ചടങ്ങ് കഴിഞ്ഞ ദിവസം ഞാൻ അവളെ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങോട്ട് വരരുതെന്ന്, എന്നിട്ട് അതൊന്നും അനുസരിക്കാതെ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ അനാമിക നന്ദുവിനോട് പറയുന്നുണ്ട്, എടി നന്ദു, ഞാൻ നിന്നോട് ഇന്നലെയും പറഞ്ഞതാണ് ഇങ്ങോട്ട് വരരുതെന്ന്, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്, അനിയെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ, അനാമികെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുതെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവൾ ഇങ്ങോട്ട് വന്നത്, അനിയും ഇവളും തമ്മിലുള്ള ബന്ധം മുത്തശ്ശന് അറിയില്ലേ, എന്ത് ബന്ധമുണ്ടെന്നാണ് നീ പറയുന്നത്, ഇവരിപ്പോൾ ഇവിടുത്തെ അതിഥികളാണ്, ഈ മോശമായ രീതിയിൽ ഇവരോട് സംസാരിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശി ഇവിടെ സപ്പോർട്ട് ചെയ്ത് പറയണ്ട, ഇവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് അനാമിക പറയുന്നുണ്ട്. അനാമിക, നിർത്തടി, നിനക്ക് എന്ത് അനാവശ്യം പറയാമെന്ന് കരുതിയോ എന്ന് അനി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അവളെ പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടുവല്ലേ, നിനക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മൂർത്തി സാറേ, ഞാൻ അവളോട് പറഞ്ഞതാണ് വരണ്ട എന്ന്, എനിക്ക് അറിയാമായിരുന്നു ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന്, പക്ഷേ നന്ദുവിന് ഒരേ ഒരു നിർബന്ധം, ചേച്ചിയുടെ 5-ാം മാസം ചടങ്ങിന് വരണമെന്ന്. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അതെ, അവൾക്ക് നിർബന്ധം കാണും, അനിയെ കാണണമെന്ന്, അതുകൊണ്ട് ഈ ഒരു പേര് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അനിയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് അനാമിക പറയുന്നുണ്ട്. അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, എൻ്റെ 2 ചേച്ചിമാരെ ഇങ്ങോട്ടാണ് വിവാഹം കഴിപ്പിച്ചത്, എൻ്റെ ചേച്ചിമാരുടെ ചടങ്ങുകളെല്ലാം കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്ദു മോളെ നീ വീട്ടിലേക്ക് പോയിക്കോ, വെറുതെ പ്രശ്നത്തിൽ നിൽക്കേണ്ട എന്ന് കനക പറയുന്നുണ്ട്. നന്ദു എന്തിനു പോകണം, നന്ദുവിൻ്റെ 2 ചേച്ചിമാരെ ഇങ്ങോട്ടാണ് വിവാഹം കഴിപ്പിച്ചത്, അനാമികയെ പേടിച്ച് ഇവളുടെ ചേച്ചിമാരുടെ ചടങ്ങിന് ഇവൾ വരാതിരിക്കണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, നന്ദു ഇവിടേക്ക് വന്നതിൽ ഒരു തെറ്റുമില്ല, അവളുടെ ചേച്ചിമാരുടെ ചടങ്ങിനാണ് അവൾ വന്നത്, അതുകൊണ്ട് തന്നെ അനാമികയെ പേടിച്ച് അവൾ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വല്ലാതെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ അവിടെ ചടങ്ങുകളെല്ലാം നടക്കുകയാണ്, നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. മധുരപലഹാരങ്ങളെല്ലാം നിരത്തിയിട്ട് ഒരു വളക്കാപ്പ് പോലുള്ള ചടങ്ങാണ് നടക്കുന്നത്. അങ്ങനെ അബിയെയും നവ്യയെ ഇരുത്തിയിട്ട് അവർക്ക് 2 പേർക്ക് മധുരപലഹാരങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഒട്ടും ഇഷ്ടത്തോടെയല്ല നവ്യയുടെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് എൻ്റെ അടുത്തിരിക്കുന്നത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ ഒരു വിധി, എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഇരുത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ കഷ്ടപ്പെട്ട് നീ ഇരിക്കണമെന്നില്ല, നിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന് ഓർത്തിട്ട് നീ ഇരുന്നാൽ മതി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അതൊന്നും ഓർത്തിട്ടല്ല, പിന്നെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അപഹാസ്യനായിട്ട് ഇരിക്കാമെന്ന് കരുതി എന്നൊക്കെ അബിയും പറയുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് എല്ലാവരും പലഹാരം എടുത്ത് കൊടുക്കുന്നുണ്ട്. കനകയും ഗോവിന്ദനും എല്ലാം കൊടുക്കുന്നുണ്ട് നവ്യയ്ക്കും അബിക്കും. അബിയാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്.
അങ്ങനെ ചടങ്ങുകളെല്ലാം നടക്കുകയാണ്. എല്ലാവരുടെയും വക സമ്മാനങ്ങളെല്ലാം നൽകുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി സമ്മാനം നൽകുകയാണ് നവ്യയ്ക്ക്. ദേവയാനി ആ കൂട്ടത്തിൽ നവ്യയ്ക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്വർണ്ണമാണ് നവ്യയ്ക്ക് സമ്മാനമായി നൽകുന്നത്. നവ്യ ഇതെല്ലാം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ ചോദിക്കുകയാണ്, എന്താ വല്യമ്മ ഇത്? എനിക്ക് എന്തിനാണ് ഇപ്പോൾ സ്വർണ്ണമൊക്കെ സമ്മാനമായിട്ട് തരുന്നത്? അതല്ല നവ്യ, ഇന്നൊരു നല്ല ദിവസമാണ്. അനന്തപുരിയിൽ അനന്തരാവകാശിയായിട്ട് ആദ്യമായിട്ടൊരു കുഞ്ഞ് വരാൻ പോവുകയല്ലേ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു സമ്മാനം തന്നു എന്നേ ഉള്ളൂ. ഇത് നീ സ്വീകരിക്കണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അപ്പോൾ നയനയ്ക്ക് സന്തോഷമായിട്ട് നയന പറയുകയാണ്, നവ്യേച്ചി അമ്മ തന്ന സമ്മാനമല്ലേ, അതങ്ങ് സ്വീകരിക്കുക. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. അനാമികയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ അനാമിക തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. നന്ദു അനാമികയെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ കലി അടക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ഫോൺ എടുത്ത് പതിവ് പോലെ രേവതിയെ വിളിക്കുകയാണ് അനാമിക. എന്നിട്ട് പറയുകയാണ്, അമ്മേ എന്ത് ചെയ്യാനാ, ആ നന്ദു ആ മുട്ടച്ചി എത്തിയിട്ടുണ്ട്. വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ അവളെ തടഞ്ഞതാണ്. പക്ഷെ ഒരു രക്ഷയുമില്ല. നിനക്ക് എങ്ങനെയെങ്കിലും അവളെ തടഞ്ഞൂടായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവൾ വിളിച്ചിരിക്കുന്നു. എന്തു ചെയ്യാനാ അമ്മേ, ഇപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആദ്യം വല്യമ്മയ്ക്ക് അവരെ കണ്ടുകൂടായിരുന്നു. ഇപ്പോൾ അവർ വന്നത് നന്നായി എന്നാണ് വല്യമ്മ പോലും പറയുന്നത്. അവർ വന്നപ്പോൾ എന്തൊരു സ്വീകരണമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് അവർ വന്നതിൽ എന്തൊരു സന്തോഷമായിരുന്നെന്നോ. നന്ദു പോകണമെന്ന് പറഞ്ഞു. മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും അവളോട് പോകാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെയുള്ളവർ അതിന് സമ്മതിച്ചില്ല. അവളിവിടെ സന്തോഷിച്ച് ആഘോഷിച്ച് നടക്കുകയാണ്. എൻ്റെ മനസ്സിൽ അവൾ തീയാണ് വാരി കോരിയിട്ടത്. പോരാത്തതിന് അനിയമായിട്ട് ശൃംഗരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ അവർ ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അതുവഴി വരുന്നത്. ഇവിടെ ആരോടെ ഈ സംസാരിക്കുന്നത്, എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട്, ആ നന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്നേ അച്ഛൻ കൊട്ടേഷൻ കൊടുത്തതായിരുന്നു. പക്ഷേ അവളെ ഒന്ന് തൊടാൻ പോലും അച്ഛന് സാധിച്ചില്ല. കുറെ കട വാങ്ങി കൂട്ടാനല്ലാതെ അച്ഛനെ കൊണ്ട് എന്തിനു പറ്റും? അച്ഛനെ കൊണ്ട് ഒന്നും പറ്റില്ല. അവളെ കൊല്ലാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള സ്വർണ്ണമെല്ലാം വിറ്റ് ഞാൻ പണം തന്നതാണ്. പക്ഷെ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അവളെ തട്ടിക്കൊണ്ടുപോയി തൂക്കി കളഞ്ഞു എന്നൊക്കെ നിങ്ങൾ വീമ്പു പറഞ്ഞു. എന്നിട്ട് എന്തായി? അവൾ പുഷ്പം പോലെ ഇങ്ങോട്ട് വന്നില്ലേ? അന്ന് അവൾ തീർന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. അന്ന് അവൾ തീർന്നെന്ന് കരുതി നമ്മൾ ഒരുപാട് സന്തോഷിച്ചതാണ്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ആ ഗുണ്ടകളെയെല്ലാം തല്ലിയിട്ട് അവൾ രക്ഷപ്പെട്ടില്ലേ? എല്ലായിടത്തും അവൾ രക്ഷപ്പെടുകയാണ്. എന്തൊക്കെ പണി കൊടുത്തിട്ടു എന്നൊക്കെ അനാമിക പറയുമ്പോൾ രേവതി പറയുകയാണ്, അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് അവൾക്ക് വേറൊരു പണി കൂടി കൊടുക്കാം, അടുത്തൊരു കൊട്ടേഷൻ കൂടി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി വേറെ കൊട്ടേഷൻ കൊടുത്ത് അവളെ കൊല്ലാൻ നോക്കാം എന്ന്. ഇനി തരാൻ എൻ്റെ കയ്യിൽ സ്വർണ്ണമോ പണമോ ഒന്നുമില്ല, അന്ന് തന്നെ ഒരുപാട് കളഞ്ഞതല്ലേ. അങ്ങനെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നവ്യ കേൾക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് അനാമികയും വീട്ടുകാരുമാണെന്ന യാഥാർത്ഥ്യം നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അനാമിക ഫോൺ വെക്കുന്ന സമയത്ത് നവ്യ അനാമികയുടെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി വരുന്നുണ്ട്. ആ സമയം അനാമിക ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ എൻ്റെ റൂമിലേക്ക് വന്നത്? നിന്റെ ചടങ്ങുകളൊക്കെ തീർന്നോ? നിന്റെ അനിയത്തിയില്ലേ നന്ദു, അവൾ പോയോ? ആ സമയം നവ്യ പറയുകയാണ്, അറിഞ്ഞടി, ഞാൻ എല്ലാം അറിഞ്ഞു. എൻ്റെ അനിയത്തിയോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. എൻ്റെ നന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് നീ നിന്റെ വീട്ടുകാരുമാണല്ലേ. നന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് അനാമിക ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ നവ്യ ദേഷ്യത്തോടു കൂടി അനാമികയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. ഈ ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. എൻ്റെ അനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി തൂക്കിലേറ്റാനോ? എൻ്റെ അനിയത്തിയെ തൊടാൻ പോലും നിങ്ങൾക്കൊന്നും സാധിക്കില്ല. എൻ്റെ നന്ദുവിനെ ഇല്ലാതാക്കാൻ നീ നിൻ്റെ അച്ഛനും ആരാ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട് നവ്യ. അനാമികയ്ക്കൊന്നും തടഞ്ഞു നിർത്താൻ പോലും സാധിക്കുന്നില്ല. അത്രയും കലിപ്പിലാണ് നവ്യ. അങ്ങനെ അനാമികയ്ക്ക് അവളുടെ വീട്ടുകാർക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് നന്ദു.